14 കുടുംബങ്ങളാണ് കോളനിയിൽ താമസിക്കുന്നത്. 1976 ലക്ഷം വീട് പദ്ധതി പ്രകാരം ഇവർക്കെല്ലാം കൂടി 7 വീടുകൾ മാത്രമാണ് നൽകിയത്. ഒരു വീട്ടിൽ ഇപ്പോഴും കഴിയുന്നത് 2 കുടുംബങ്ങൾ വീതവും. ഒറ്റ വീടുകൾ നിർമ്മിച്ചു നൽകണമെന്നത് ഇവരുടെ വർഷങ്ങളായുള്ള ആഗ്രഹവും ആവശ്യവുമാണ്. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരോ ഏതെങ്കിലും ഒരു ഭരണസമിതിക്കെതിരോ അല്ല. ഈ 14 കുടുംബങ്ങൾ 7 വീട്ടിൽ 40 വർഷമായിട്ട് ദുരിതപൂർണമായ ജീവിതമാണ് നയിക്കുന്നത്. കുടിവെള്ള സൗകര്യമില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല, എല്ലാ നിലക്കും ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഈ കുടുംബങ്ങൾ അട്ടപ്പാടിയിലെ അകളിലെയും ഇടുക്കിയിലെ ആദിവാസി കോളനിയിലേക്കാളും പരിതാപകരമായ അവസ്ഥയിലാണ് ഈ കുടുംബങ്ങൾ കഴിയുന്നത്. ഓഫീസുകൾ നിരവധി കയറിയിറങ്ങിയെങ്കിലും കാലി കഴച്ചത് മാത്രമാണ് മിച്ചം. MLA ഉബൈദുള്ളാന്റെ അടുത്തേക്ക് പോയി, പിന്നെ കലക്ടറേറ്റിക്ക് പോയി, ജില്ലാ പഞ്ചായത്തേക്ക് പോയി. ഞങ്ങൾ വരുന്ന ബോട്ടുകളൊക്കെ പല പാർട്ടിക്കുമായിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും ഒരു ഉപകാരം കിട്ടിയിട്ടില്ല ഇതുവരെ. ഞങ്ങൾ കഴിയുന്നത് മഴ പെയ്താൽ ഫുള്ളും ഔത്താണ് വെള്ളം. ഇതൊന്ന് ഇത് വരുത്തണം. ഇനി ഞങ്ങൾ എന്തായാലും ബോട്ടിന് ഇറങ്ങണില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലാണ് ഈ കോളനി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വിവിധ പാർട്ടികൾക്കായി വോട്ട് കുത്താൻ പോയവരാണ് ഈ കോളനിക്കാർ. പക്ഷേ ഇക്കുറി ഇവർ ഒറ്റക്കെട്ടാണ്. ആവർത്തിക്കപ്പെടുന്ന വാഗ്ദാനങ്ങൾക്കു വേണ്ടി ഇക്കുറി വോട്ട് ചെയ്യേണ്ടതില്ല എന്നതാണ് ഈ കോളനിക്കാരുടെ തീരുമാനം. ക്യാമറമാൻ അതീന്ദർ ജിത്തുവിനൊപ്പം PK സുഹൈൽ, മീഡിയ 1 മലപ്പുറം.